ഏതൊരു ആയോധനകല പഠിക്കുന്നവരും ആദ്യം ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ, കളരി ആയിക്കോട്ടെ ഡോജോ ആയിക്കോട്ടെ എല്ലാം സെയിം ആണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യ കാലത്തുള്ള പരിശീലനങ്ങൾ പറഞ്ഞാൽ ബോഡിയെ ഏത് ആയോധനകലയാണോ പഠിപ്പിക്കുന്നത് അതിന് ഉപയുക്തമായ രീതിയിൽ ഉപയോഗിക്കുവാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി, അറ്റാക്ക് ചെയ്യാനുള്ള ശേഷി, അങ്ങനെയുള്ളതെല്ലാം ബേസിക് സ്റ്റെപ്സിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനുള്ള എക്സർസൈസുകളായിരിക്കും ആദ്യം പഠിപ്പിക്കുക. അതൊരു 6 മാസം മുതൽ നമ്മൾ എത്ര വലിയ അഭ്യാസിയായാലും നിരന്തരമായി തുടരേണ്ട ഒരു കാര്യമാണ് എക്സർസൈസ്. എക്സർസൈസ് എന്ന് പറയുമ്പോൾ ബോഡിയുടെ ഓരോ പാർട്ടിനെയും ഇഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഗുണപ്രദമാകുന്ന രീതിയിൽ വേണം നമ്മളത് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് രീതിയിൽ നമ്മളൊരു 6 മുതൽ 1 വർഷം വരെയൊക്കെ ശരിയായ രീതിയിൽ എക്സർസൈസ് ചെയ്യുകയും ഒപ്പം പഞ്ച്, കിക്ക്, അടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണം. ഇത് ആയോധനകല പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു പാർട്ട്ണറുമായിട്ട് നിന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലുകളൊക്കെ നമുക്ക് വേദനിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളൊരു പ്രത്യേക പൊസിഷനിലേക്കൊക്കെ കൈ കൊണ്ടുവരും. കൈ കൊണ്ടുവന്ന് നമുക്ക് വേദനിക്കാതെ എന്നാൽ കൂട്ടുകാരനും വേദനിക്കാത്ത രീതിയിൽ പിടിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നമ്മൾ ആഞ്ഞൊക്കെ ഇടിക്കുമ്പോൾ ഒക്കെ തന്നെ മെല്ലെ മെല്ലെ അവന് വേദന എടുക്കുന്ന രീതിയിൽ നമ്മുടെ കൈകൾ വേദന എടുക്കാത്ത രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കും. കാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വേദന എടുക്കാത്ത രീതിയിൽ നമ്മൾ കൊടുക്കാൻ പഠിക്കുമ്പോഴും വേദന എടുക്കാത്ത രീതിയിൽ തട്ടാൻ പഠിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ ഈ മർമ്മകലയുടെ ചെറിയ ചെറിയ വശങ്ങൾ പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിന്നെ അമർച്ചകൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമ്മളൊരാളെ പിടിച്ചിരുത്തുക, അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പൂട്ടുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ പറയുന്നത് പൂട്ടിക്കളയുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചലിക്കാനാവാത്ത വിധം പൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, ലോക്സ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ ബേസിക്കായിട്ട് നമ്മൾ തുടങ്ങി വന്നിട്ട് വേണം. അപ്പോൾ ആ പൂട്ടുകൾ പൂട്ടുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പൂട്ട് മുറുകുന്നതിന് മുന്നേ ഈ ജോയിൻറ്റുകളുടെ രീതികളാണ്. അതുകൊണ്ടാണ് ഇനി ജോയിൻറ്റ് ലോക്സ് എന്ന് പേര് വരുന്നത്. അപ്പോൾ ആ ജോയിൻറ്റ് ലോക്സ് കറക്റ്റായി നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്ക് ആ ജോയിൻറ്റ് ലോക്സിൽ ചിലയിടത്ത് പിടിക്കുമ്പോൾ വേദന ഉണ്ടാവും. അപ്പോൾ ആ ജോയിൻറ്റ് ലോക്സിനകത്ത് എവിടെയാണ് മർമ്മ എന്ന് നമ്മൾ തിരക്കുകയാണ്. അതിൻ്റെ അമർച്ചകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചുവടുകളും കൂടി ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഗതി മനസ്സിലാക്കി വരണമെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ വ്യക്തമായി പറയാറില്ല എന്നുള്ളത് സത്യമല്ലേ? പറയുന്നവരും ഉണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പഠിപ്പിച്ച് നമ്മളൊന്ന് ആയി വരണേൽ എത്ര നാളെടുക്കും? ഇതെല്ലാം കഴിഞ്ഞ് ആയുധങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്കതിനൊരു പക്വത വരിക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കിട്ടാൻ എത്ര നല്ല മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും മിനിമം 6 വർഷത്തെ പരിശീലനം വേണം. 2 ദിവസം കൊണ്ട് കഴിയില്ല എന്ന് സാരം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നല്ല ഗുരുക്കന്മാരാണെ പറഞ്ഞു കൊടുക്കും, ഇന്നിടത്തൊന്ന് ശ്രദ്ധിച്ചേ, അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ തട്ടുകളുടെ കൈകൾ നേരെയാക്കുക, കിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാലുകൾ നേരെയാക്കുക, നമ്മുടെ മടങ്ങി വീഴാതെ നോക്കുക, അങ്ങനെ ഓരോ ടെൻഡൻസും ഒക്കെ നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കും. അപ്പോൾ കാലുകൾ മടിയുക, അല്ലെങ്കിൽ അവിടെ ഇവിടെ കുത്തുമ്പോൾ വേദന ഉണ്ടാവാതിരിക്കുക, അതൊക്കെ എങ്ങനെ കുത്തണം എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് അടിസ്ഥാന പാഠങ്ങൾ. ഈ അടിസ്ഥാന പാഠങ്ങളില്ലാതെ നേരിട്ട് മർമ്മ പഠിപ്പിച്ചാലത്തെ അവസ്ഥ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സ്വപ്നത്തിൽ പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. സത്യമല്ലേ?